ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വീട്ടിലെപ്പോഴും അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. 10 മിനിറ്റിനുള്ളിൽ കുക്കറിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഒരു വലിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 10 ബീൻസ്, ഒരു വലിയ പൊട്ടാറ്റോ, ഒരു വലിയ സവാള ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 3 പീസ് കറുവപ്പട്ട, 2 ഏലക്ക, 3 കറാമ്പൂവ്. ഇനി ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത സവാള ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പൊട്ടാറ്റോ നമ്മളിങ്ങനെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, ബീൻസ്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്, ഇതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തൈര് കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയൊക്കെ ഇപ്പോൾ ഒന്നിങ്ങനെ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. പാനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് റൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ മാത്രം അടുപ്പിക്കുക. അല്ലെങ്കിൽ വെജിറ്റബിൾസും റൈസൊക്കെ ഓവർ കുക്കായി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് മടിയുള്ള ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റൈസിൻ്റെ റെസിപ്പിയാണിത്. ഇതുണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചരി പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ തീർച്ചയായും കമൻറ്റ് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.